ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ട്രിവാൻഡ്രത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ്, സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. എൻ്റെ ചാനൽ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊരു സീ ഫുഡ് പ്രേമിയാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീ ഫുഡ് റെസ്റ്റോറൻറ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ട്രിവാൻഡ്രത്ത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പോയാലോ? ഇതാ ആ റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ? അതെന്താണെന്നറിയോ? അതാണ് നമ്മുടെ യൂസഫ് അലി ട്രിവാൻഡ്രത്ത് തുടങ്ങാൻ പോണ ലുലു മോൾ. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പൂർത്തിയായിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. അങ്ങനെ നമ്മളിവിടെ എത്തി. ഇതെവിടെയാണെന്നറിയോ? ഇവിടുത്തെ ട്രിവാൻഡ്രത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ചർച്ചാണിത്. ഇതാണ് വെട്ടുകാട് ചർച്ച്. ഇതിൻ്റെ തൊട്ടടുത്താണ് നമ്മളുടെ റെസ്റ്റോറൻറ്റും. കടലിൻ്റെ അടുത്താണിത് സ്ഥിതി ചെയ്യുന്നത്. കടലിനോട് അഭിമുഖമായിട്ടാണ് ചർച്ച് നിൽക്കുന്നത്. ഇതൊരു 500 വർഷം പഴക്കമുണ്ട് ഈ ചർച്ചിന്. ട്രിവാൻഡ്രം കാണാൻ വരുന്നവർ വെട്ടുകാടും ചർച്ചും കണ്ടിട്ടേ തിരിച്ചു പോവാറുള്ളൂ. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അകത്ത് കയറാൻ നേരത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ മതത്തിൽപ്പെട്ടവരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പള്ളിയിൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, എങ്കിലും പ്രാർത്ഥിക്കണം. ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നതിന് പ്രത്യേകിച്ച് രീതികളുടെ ഒന്നും ആവശ്യം. ആ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാനിനി അകത്ത് കയറി പ്രാർത്ഥിച്ചിട്ട് വരാം. പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചർച്ചിൻ്റെ റൈറ്റ് സൈഡിലുള്ള വാതിലിലൂടെയാണ് ഇറങ്ങിയത്. അവിടെയുള്ള കാഴ്ചകളാണിതൊക്കെ. നേരത്തെ ഞാൻ അവിടെയാണ് നിന്നിരുന്നത്. അവിടെ നിന്നിട്ടാണ് വീഡിയോ എടുത്തത്. ഇനി നമുക്ക് ചർച്ചിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നോക്കാം. കടലിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് മണ്ണിലൂടെ നടക്കാൻ ഇത്തിരി പ്രയാസമായിരുന്നു.
ചർച്ച് ഇപ്പോൾ റെനോവേറ്റ് ചെയ്താണ് ഈ രൂപത്തിൽ. 1934 ഇത് റെനോവേറ്റ് ചെയ്തെടുത്തതാണ്. ഇതിന് മുമ്പുള്ള പഴയ ചർച്ച് എങ്ങനെയായിരുന്നു എന്ന് ഞാനൊരു പിക്ചറിൽ കാണിച്ചു തരാം കേട്ടോ. നവംബറിലാണ് ഇവിടുത്തെ പെരുന്നാൾ. നവംബർ 3 സൺഡേ ആണ് ഇവിടുത്തെ ഫൈനൽ ഡേ പെരുന്നാളിൻ്റെ. അന്ന് മക്കളുടെ സ്കൂളിലൊക്കെ അവധിയായിരിക്കും. ആ ടൈമിൽ ദിവസവും 50,000-ന് മേലെ ആൾക്കാർ ഇവിടെ വന്ന് പോവാറുണ്ട്. മദർ ഓഫ് ഗോഡ് എന്നാണ് ഈ ചർച്ച് അറിയപ്പെടുന്നത്. രൂപമാണിത്. നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു, അതുകൊണ്ട് നല്ല വിശപ്പ്. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. അതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ആ റെസ്റ്റോറൻറ്റ്. അതാണ് കടലോരം റെസ്റ്റോറൻറ്റ്. വെട്ടുകാട് ചർച്ചിനും കടലിനും ഇടയിലായിട്ടുള്ളൊരു കുഞ്ഞ് റെസ്റ്റോറൻ്റാണ്. ഇതാണ് ഇവിടുത്തെ മെനു കാർഡ്. ഈ സ്ലേറ്റിലാണ് അവർ ഇന്നത്തെ സ്പെഷ്യലൊക്കെ എഴുതി വയ്ക്കാറുള്ളത്. അതിനോടൊപ്പം അതിൻ്റെ വിലയും കാണും. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യണം. ഇനി ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ നല്ല നീറ്റാണ്. എപ്പോഴും അവർ നല്ല നീറ്റായിട്ടാണ് ഇവിടെ സൂക്ഷിക്കാറുള്ളത്. ആസ്വദിച്ചിരിക്കാം. ഇവിടെ 4 ടേബിളാണുള്ളത്. 16 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെയേഴ്സും അകത്തും അങ്ങനെ തന്നെ അത്രത്തോളം തന്നെ ചെയേഴ്സും ടേബിളും ഉള്ളൂ. ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ നല്ല തിരക്കായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇരിക്കാനാണ് നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത്. ഇതാ ഫുഡ് റെഡിയായി എന്നുള്ളതിൻ്റെ സിഗ്നൽ വന്നു. ഈ ബ്ലാക്ക് ടീ ആണ് അവർ ആദ്യം സെർവ് ചെയ്യുന്നത്. ഇതിനകത്ത് ഗ്രാമ്പൂവും പുതിനയൊക്കെ ചേർത്തിട്ടുണ്ട്. എൻ്റെ മോന് വലിയ ഇഷ്ടമാണ് ഈ ബ്ലാക്ക് ടീ. ചിലപ്പോൾ ചില ആൾക്കാർക്കൊന്നും ഇതിൻ്റെ സ്മെല്ലത്ര പിടിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഫുഡിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ് ബ്ലാക്ക് ടീ. അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഫുഡ് വന്നു. നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ഡിഷ് വന്നിട്ടുണ്ട്. അത് കോംബോയാണ്. ഇവിടുത്തെ സ്പെഷ്യലാണ് കോംബോ. അതിൻ്റെ കൂടെ റൈസും നെയ്ച്ചോറും മീൻ വറുത്തതും ഒരു പരിപ്പ് കറി, മീൻ കറി, കൂടെ നാരങ്ങ അച്ചാർ. ഇതാണ് ആ കോംബോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. കൂടെ 4 ചപ്പാത്തി ഓർഡർ ചെയ്തു. ഒരു റൈസേ പറഞ്ഞുള്ളൂ. കാരണം പിന്നെ വിശപ്പുണ്ടെങ്കിൽ വാങ്ങിക്കാം എന്ന് കരുതിയിട്ടാണ് ബാക്കി ഓർഡർ ചെയ്യാതിരുന്നത്.
അതിൻ്റെ കൂടെ കണവ വാങ്ങി, കേരച്ചൂര ഫ്രൈയും വാങ്ങി. ടേസ്റ്റാണ്. ഈ നെയ്ച്ചോറിൻ്റെ കൂടെ പരിപ്പ് കറി അടിപൊളി കോമ്പിനേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നല്ല വെളിച്ചെണ്ണയിലാണ് ഇവർ എല്ലാം ഉണ്ടാക്കാറുള്ളത്. എനിക്ക് തോന്നുന്നു ഓരോന്നിനും പ്രത്യേകം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറുള്ളത്. ഒരു ദിവസം തന്നെ ഒരുപാട് കിലോ കണക്കിന് വെളിച്ചെണ്ണ ഇവിടെ ഉപയോഗിക്കുന്നതായിട്ടാണ് എൻ്റെ അറിവ്. ആദ്യത്തെ ട്രിപ്പ് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്ത മെയിൻ സാധനം കൊഞ്ച് വന്നത്. കൊഞ്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി 2 റൈസും കൂടി ഓർഡർ ചെയ്യണം. കോംബോ അല്ലാതെ തന്നെ നമുക്ക് റൈസ് പ്രത്യേകം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ മക്കൾക്ക് നല്ല വിശപ്പുണ്ട്. ഒരുപാട് നടന്ന് ക്ഷീണിച്ചു 2 പേരും. ഇവിടുത്തെ നെയ്ച്ചോറിന് അപാര ടേസ്റ്റാണ്. ഇത്ര നല്ല നെയ്ച്ചോറ് അടുത്ത കാലത്ത് ഞാൻ വേറെ ഒരിടത്തൊന്നും കഴിച്ചിട്ടില്ല. നമ്മൾ വന്ന സമയത്ത് ഇവിടെ നിറച്ച ആളായിരുന്നു. ഇപ്പോൾ നമ്മൾ മാത്രമായി. ഇവിടുത്തെ രാവിലത്തെയും ഉച്ചയ്ക്കത്തെയും എല്ലാ സംഭവങ്ങളും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇടയ്ക്ക് 2 പേര് ഫുഡ് കഴിക്കാൻ വന്നപ്പോൾ അവർ ഇല്ലയെന്ന് പറഞ്ഞിട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അംഗം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ ഇളയ മോൻ മാത്രമേ ഫുഡ് കഴിക്കാൻ ബാക്കിയുള്ളൂ. അവൻ ഇത്തിരി സ്ലോ ആണ്. അവനും കൂടെ കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്കിവിടെ നിന്ന് ഇറങ്ങണം. അടിപൊളി ഫുഡായിരുന്നു. വയറ് നിറച്ച് കഴിച്ചു. അറിയാമല്ലോ, സീ ഫുഡിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ്. പക്ഷേ ഇവിടെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് സംതൃപ്തിയോടെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറ്റും. മറ്റ് പലയിടത്തും അങ്ങനെയുള്ള അനുഭവങ്ങളല്ല ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇറങ്ങി, കടലോരത്തുനിന്ന് ഇറങ്ങി. അടിപൊളി ഫുഡായിരുന്നു. നല്ല ടേസ്റ്റി ഫുഡ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര നല്ല ഫുഡാണ്. കുട്ടികൾക്ക് കുറച്ച് നേരം ബീച്ചിൽ കളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി കുറച്ച് നേരം കളിച്ച് കഴിഞ്ഞിട്ട് പോകാനിരിക്കുകയാണ്. കുട്ടികൾ കുറച്ച് അധികം നേരം കളിച്ചു. ഇപ്പോൾ വൈകിട്ടായിട്ടുണ്ട്. ഇനി നേരെ വീട്ടിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ വ്ളോഗ് ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ടോ മറ്റൊരു വ്ളോഗായിട്ടോ നമുക്ക് വീണ്ടും കാണാം. ബായ്.